നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് ചാരം എങ്ങനെ കമ്പോസ്റ്റ് ആക്കി മാറ്റാം എന്നതിനെ കുറിച്ചാണ്. ചാരം നമ്മൾ ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും കൊടുക്കാറുണ്ട്. അപ്പോൾ ചാരം നേരിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികളും പച്ചക്കറികളും ഒക്കെ വാടിപ്പോകാനായിട്ട് ഇടയാകും. ഇത് നമ്മൾ നേരിട്ട് ചാരം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പഴകിയ ചാരമാണ് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ അടുപ്പിൽ നിന്ന് നേരെ വരുന്ന ചാരം തെങ്ങിൻ്റെ ചോട്ടിലോ വാഴയുടെ ചോട്ടിലോ ഒക്കെ ഇട്ട് കൊടുക്കുന്ന പോലെയല്ല, ചെടികൾക്ക് ഇത് ദോഷകരമായിട്ടാണ് ഉണ്ടാകാറ്. അപ്പോൾ നമുക്ക് ചാരം എങ്ങനെ കമ്പോസ്റ്റ് ആക്കി മാറ്റാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഒരു ചെടിയുടെ വളർച്ചാഘട്ടത്തിൽ നമുക്ക് ചാരം ഉപയോഗിക്കാനായിട്ട് പാടില്ല. വളർന്നു വരുന്ന ചെടികൾക്കൊക്കെ നമ്മൾ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയ വളങ്ങളാണ് ആദ്യമേ കൊടുക്കാറ്. അപ്പോൾ നമ്മുടെ ചാരത്തിൻ്റെ NPK റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0:1:3 ആണ്. അതിൽ നൈട്രജൻ്റെ കണ്ടന്റ് തീരെ അടങ്ങിയിട്ടില്ല. ഫോസ്ഫറസ് 1% ആണ് അടങ്ങിയിരിക്കുന്നത്, പൊട്ടാഷ് 3% ആണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചാരം നൈട്രജൻ കണ്ടന്റും കൂടെ അടങ്ങിയ രീതിയിൽ അതെങ്ങനെ കമ്പോസ്റ്റ് ആക്കി മാറ്റാം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമുക്ക് ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു ബക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിന് പകരമായിട്ട് ചാക്കൊക്കെ എടുക്കാം. കൂടുതലായിട്ട് വേണ്ടവർ, കൂടുതലായിട്ട് ചാരമുള്ളവർക്കൊക്കെ വലിയ ചാക്കൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കരിയിലയാണ്. അടിഭാഗത്ത് മാത്രമാണ് നമ്മൾ കരിയില ഇടുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മേൽമണ്ണാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനിയാണ് നമുക്ക് ഇതിലേക്ക് ചാരം ഇട്ട് കൊടുക്കേണ്ടത്. ചാരം ഇട്ട് കൊടുക്കാവേ. ഇപ്പം നമ്മൾ ചാക്കായാലും ഇതുപോലത്തെ ടിന്നുകളായാലും നമ്മളത് നിറയോളം ഈ പ്രക്രിയ തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചാണാൻ ആണ് കലക്കി ഒഴിക്കേണ്ടത്. ചാണാൻ പച്ചച്ചാണകം അല്ലെങ്കിൽ ഉണങ്ങിയ ചാണകം കലക്കി ഒഴിച്ചാലും മതി. ഇപ്പോൾ ഞാനിതിന് നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് കിളിഞ്ഞലിൻ്റെ ഇലയാണ്. ഇത് അരച്ച് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല, ഇല്ലാതെ നമുക്ക് ഇലയായിട്ടും ഇട്ട് കൊടുക്കാവുന്നതാണേ. ഇതിലേക്ക് നമ്മൾ ചാണകത്തിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ നമുക്ക് വെള്ളം തളിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ കിളിഞ്ഞലിൻ്റെ ഇല അരച്ചാണ് ഒഴിക്കുന്നതെങ്കിലും വെള്ളം ഒഴിക്കണ്ട. ഇതിപ്പോൾ അരച്ചല്ലാത്തത് കൊണ്ട് കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉണങ്ങിയ കരിയില ഇട്ട് കൊടുക്കണ്ട. പഴയതുപോലെ തന്നെ നമ്മൾ മേൽമണ്ണ്, ചാരം, കിളിഞ്ഞലിൻ്റെ ഇല, അത് ഈ പാത്രം ഏത് പാത്രമാണ് എടുക്കുന്നത് അല്ലെങ്കിൽ ചാക്ക എടുക്കുന്നത് അത് നിറയോളം നമ്മൾ ആ പ്രക്രിയ തന്നെ തുടർന്ന് ചെയ്യണം. അപ്പോൾ നമ്മുടെ പൂച്ചെടികളൊക്കെ ഇതുപോലെ നിറഞ്ഞു പൂക്കാനും പച്ചക്കറികളിലൊക്കെ നിറച്ച് കായ്ഫലം ഉണ്ടാകാനുമായിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ മികച്ച ഒരു ജൈവവളമാണ് കേട്ടോ ചാരം. ചാരം കമ്പോസ്റ്റാക്കി നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെടിയുടെ എല്ലാ വളർച്ചാഘട്ടങ്ങളിലും ഇതുപോലെ നൈട്രജൻ കണ്ടന്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചെടി ഇങ്ങനെ ചാരം ഉപയോഗിച്ചിട്ട് നമ്മൾ വളമായിട്ടും കീടനാശിനിയായിട്ടും ഒക്കെ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. വീഡിയോസിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ആഡ് ചെയ്തേക്കാം. അതൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണേ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊക്കെ പച്ചക്കറികൾ നടുന്നവരാണെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് ഒരു ചെറിയ പൂന്തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വേണ്ട വളം ഇതുപോലെ നമുക്ക് എന്നും അടുപ്പിൽ നിന്ന് വരുന്ന ചാരം കൂട്ടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് 1 രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഈ വളം നൽകാനായിട്ട് സാധിക്കുമേ. അപ്പം ഞാനിത് ഉണ്ടാക്കാനായിട്ട് എടുത്ത ആ പാത്രം നിറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും അടിയിൽ മാത്രം കരിയില നിറച്ചിട്ട് പിന്നെ മേൽമണ്ണ്, ചാരം, ഇപ്പോൾ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയ വളം, ചാണകം ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ കിളിഞ്ഞലിൻ്റെ ഇല എടുക്കുക. അപ്പം നമ്മൾ നൈട്രജൻ കണ്ടന്റ് പച്ചപ്പുല്ലിലൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കിളിഞ്ഞലിൻ്റെ ഇല എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഇനി ഇട്ട് കൊടുക്കേണ്ടത് മേൽമണ്ണ് തന്നെയാണ്. ലാസ്റ്റായിട്ട് മേൽമണ്ണ് ഇട്ട് കൊടുക്കും. പിന്നെ അല്പം കൂടെ വെള്ളം തളിച്ച് കൊടുക്കാം.
ഇത് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും കമ്പോസ്റ്റായി തുടങ്ങും. പിന്നെ നമുക്ക് 1 മാസം കഴിയുമ്പോഴത്തേക്കും ഇതെടുത്തിട്ട് നമുക്ക് എല്ലാ ചെടികൾക്കും നമ്മുടെ പച്ചക്കറികൾക്കും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു ജൈവവളമാണ്. നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും ചെടികൾക്കും വളരാനും പൂവിടാനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ചാരം കമ്പോസ്റ്റ് ആക്കുന്ന വളം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.